മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2 ദിവസം മുമ്പ് എൻ്റെ SBT ബാങ്കിലേക്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രവാങ്കൂർ ബാങ്കിലേക്ക് ഞാൻ പോയപ്പോൾ 2 കാഷ്യർമാരിങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:45 ചെന്നപ്പോൾ ബാങ്കിനകത്ത് ധാരാളം വ്യക്തികളുണ്ട്. കാഷ്യർമാരിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ വെറുതെ ആദർശ് എന്ന് പറയുന്ന എനിക്കറിയാവുന്ന കാഷ്യറോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു എന്ന് പറഞ്ഞു. 1 സെക്കൻഡ് വൈകാതെ ആദർശ് എന്ന് പറയുന്ന ആൾ തിരിച്ചു പറഞ്ഞത്, ഇതാണ് സാറേ കറൻസിലെസ് ട്രാൻസാക്ഷൻ്റെ മഹത്വം. ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ട്രാൻസാക്ഷനാണ്. ആ ഡിജിറ്റൽ ട്രാൻസാക്ഷന് കാശിൻ്റെ വലിയ റോളില്ല, നമ്പറിൻ്റെ റോളേ ഉള്ളൂ. അതുകൊണ്ട് അപ്പുറത്തെ തിരക്ക് കൂടി, ഇപ്പുറത്തെ തിരക്ക് കുറഞ്ഞു. ഇവിടെ ഈ ഡിമോണിറ്റൈസേഷനും 500,000 രൂപ നോട്ട് പിൻവലിച്ചപ്പോൾ ആദ്യം അനുകൂലിച്ചവർ പിന്നീട് ശക്തമായിട്ട് എതിർത്തു. ആദ്യം മുതൽക്കേ എതിർത്തവർ എതിർത്തുകൊണ്ടേയിരുന്നു. ഇപ്പോഴും ചിലർ എതിർത്തുകൊണ്ടിരിക്കുന്നു. ശരിക്ക് ഇപ്പൊ അങ്ങനെ ഒരു 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിച്ചതിന്റെ യാതൊരു ലക്ഷണവും ഇല്ലെന്ന് മാത്രമല്ല, GDP ഗ്രോത്ത് അതേപോലെ നിൽക്കും. ഹാർവാർഡിൽ നിന്നും ഓക്സ്ഫോർഡിൽ നിന്നുമൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD എടുത്തു വന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കമന്റുകൾ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ തന്നെ കേൾപ്പിക്കണം. അതുപോലെ തന്നെ പഴയ ഫിനാൻസ് മിനിസ്റ്റർ ചിദംബരത്തിന്റെ എല്ലാ വാക്കുകളും അദ്ദേഹത്തിനെ തന്നെ കേൾപ്പിക്കണം. ഇത് വൻ വിജയമായി എന്ന് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും 2 ആഴ്ച മുമ്പ് രാജീവ് ഗാന്ധി സെന്ററിൽ തിരുവനന്തപുരത്ത് വന്നിട്ട് കോൺഗ്രസ്സുകാരോട് ഈ ഡിമോണിറ്റൈസേഷന്റെ വരും വരായികകൾ എന്തെല്ലാമാണെന്ന്, ഇല്ലാത്തത് 2018 ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ തിന്മകളും പറഞ്ഞിട്ട് അദ്ദേഹം പോയി. യെച്ചൂരി എന്ന് പറയുന്ന സീതയും രാമനും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും അച്ഛനമ്മമാര് സീതാറാം യെച്ചൂരി എന്ന് പേരിട്ട ആള് ട്രിപ്പിൾ തലാക്ക് ചൊല്ലി ഉത്തർപ്രദേശും ജാർഖണ്ഡും ഉത്തരഭാരതവും മോഡിയെ പുറത്താക്കുമെന്ന് വരെ പറഞ്ഞു. പിന്നെ ഇവരൊക്കെ പറയുന്നതും അതൊന്നും ആരും ഇപ്പൊ വലിയ വില കൊടുക്കാത്തത് കൊണ്ട് അതങ്ങനെ പോകുന്നു. ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ ഡോക്ടർ തോമസ് ഐസക്കും, മുഖ്യമന്ത്രിക്ക് പിന്നെ അത്രയധികം വിദ്യാഭ്യാസം ഇല്ല, IPSകാരെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ. പക്ഷെ തോമസ് ഐസക്ക് കയർ തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് PhD എടുത്ത ആളാണ്. അദ്ദേഹം എന്തെല്ലാം ആക്രോശിച്ചത്, ഒരു ഡോക്ടറേറ്റ് ഉള്ള വ്യക്തി ആക്രോശിച്ചത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇതെല്ലാം കഴിഞ്ഞ് മാതൃഭൂമിയൊക്കെ ആദ്യം സപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നീട് നഖശികാന്തം എതിർക്കുക ചെയ്തത്, ഭയങ്കരമായിട്ട് എതിർക്കുക ചെയ്തത്. പഴയ ക്യൂ നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ട് സാമ്പത്തിക ബാധ്യത, ആത്മഹത്യ എല്ലാം, കുഴഞ്ഞു വീണ് മരിക്കൽ എല്ലാം കാണിച്ചു. ഇപ്പൊ ഡിജിറ്റൽ ആയിട്ടുള്ള ബാങ്കിങ് നടക്കില്ല എന്നിവിടെ പ്രഖ്യാപിച്ചവരുണ്ട്. പക്ഷെ ഇപ്പൊ ബാങ്കുകളില്, ഞാൻ ഈ യൂട്യൂബിൽ ഈ പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് പല ബാങ്കുകളിലും, ഒരു 4-5 ബാങ്കുകളിൽ പെട്ടെന്ന് പോയിട്ട് ക്യാഷിലെ തിരക്കിനെ കുറിച്ച് ചോദിച്ചതിന് ശേഷം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണെന്ന്. ഇവിടെ മാത്രമല്ല, ആലപ്പുഴയിലും. അപ്പോൾ അവിടെ എല്ലാം ഇത് തന്നെയാണ്. ബാക്കി കാര്യങ്ങളിൽ ധാരാളം പേര് ബാങ്കിലേക്ക് വരുന്നുണ്ട്. ക്യാഷിൽ വലിയ റോളൊന്നും ഇല്ല. ഇനി അഥവാ ക്യാഷിലേക്ക് പലരും വരുന്നത് ATM-ന്ന് 2000 രൂപ എടുത്തത് ഇപ്പുറത്ത് വന്നിട്ട് ചില്ലറയാക്കാനാണ് പലരും വരുന്നത് എന്ന് കൂടി അവർ പറഞ്ഞു. ഏതായാലും ഈ രാഷ്ട്രം മുഴുവനും കുളം തോണ്ടി എന്നും എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇവിടെയുള്ള UDF-ഉം LDF-ഉം അതുപോലെ പലരും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറഞ്ഞത്. അവസാനം ബാങ്കിൽ ചെല്ലുമ്പോൾ കണ്ടത് എന്താണോ ഭരിക്കുന്നവര് പ്ലാൻ ചെയ്തിരുന്നത് അത് വൻ വിജയമായിട്ട് ഈ നാട്ടിൽ ഇപ്പം നിലനിൽക്കുന്നു എന്നൊരു കാഴ്ച. അത് കണ്ടത് നിങ്ങളോട് പറയാനൊരു താല്പര്യമുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.